ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ പരമ്പരയുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ശ്രീനാഥ് സീനാക്കിക്കൊണ്ടാണ്. കക്ഷി നല്ലോണം മദ്യപിച്ച് ബൂസായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇത് കണ്ടതും ശിവയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അവൻ നേരെ ചെന്ന് ശ്രീനാഥിനോട് ചൂടാവുകയാണ്. ഇതൊക്കെ എന്ത് പണിയാ? നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതൊന്നും അല്ലല്ലോ വിചാരിച്ചത്. ഇപ്പൊ ഇതിന്റെയൊക്കെ എന്താ ആവശ്യം എന്നൊക്കെ ചോദിച്ച് ശിവ ഇങ്ങനെ ശ്രീനാഥിനെ കുറ്റപ്പെടുന്നപ്പോ അഭി വന്നിട്ട് ശിവയെ തടയുന്നുണ്ട്. ഡാ, നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒന്ന് നിർത്താമോ? അറിയാതെ പറ്റിപ്പോയതല്ലേ എന്ന് അഭി പറയുമ്പോ വർഷയും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീയുടെ അസുഖത്തെക്കുറിച്ച് അറിയാവുന്നതല്ലേ. ഞാൻ പേടിച്ചതും ഇത് തന്നെയാ. പുള്ളിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഏതായാലും ഇനി ഇതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് വർഷ ആ വിഷയം അവിടെ തീർക്കാൻ നോക്കുകയാണ്. ഇത് കേട്ട് വിഷമത്തോടെ ശ്രീനാഥ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ അഞ്ജുവിന് അത് അത്ര വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ വർഷയോട് ചോദിക്കുകയാണ്, നീ പറയുന്നത് ശരിയായിരിക്കും വർഷ, പക്ഷെ അത്രയും നേരം നല്ല ഹാപ്പി ആയിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ എന്തായിരിക്കും കാരണം? അത് നമുക്ക് അറിയണ്ടേ? പക്ഷെ വർഷയ്ക്കും കൃത്യമായ മറുപടിയില്ല. എല്ലാം അസുഖത്തിന്റെ പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞ് അവരത് അവിടെ വിടുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ അഞ്ജു ഭയങ്കര മൂഡ് ഓഫിലാണ്. കാരണം മറ്റൊന്നുമല്ല, രാഹുലിനെ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ കിട്ടുന്നില്ല. ദിവസവും മിനിമം 2 മിനിറ്റെങ്കിലും സംസാരിക്കുന്ന ആളാണ്. ഇതിപ്പോ ഒരാഴ്ചയായിട്ടും ഒരു വിവരവും ഇല്ല. ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അഞ്ജുവിനെ ശിവ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കാതിരിക്കുക അഞ്ജു, രാഹുൽ എന്തായാലും നിന്നെ കാണാൻ വരും. ഇപ്പോ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും നാളെ അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ശിവ അവളെ ഇങ്ങനെ കെയർ ചെയ്യുകയാണ്. അപ്പുറത്ത് വസുന്ധരയും ധനപാലനും കൂടെ കല്യാണത്തിന്റെ തിരക്കിലാണ്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചർച്ച. അമ്പലത്തിൽ വെച്ച് മതിയോ അതോ വലിയ ലക്ഷറി ഓഡിറ്റോറിയം വേണോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് വിവേക് അങ്ങോട്ട് വരുന്നത്. വസുന്ധര വിവേകിനോട് പറയുകയാണ്, നിന്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തണം, നല്ല ബെസ്റ്റ് ഓഡിറ്റോറിയം തന്നെ നോക്കണമെന്ന്. പക്ഷേ വിവേകിന് അതിന് അത്ര താല്പര്യമില്ല. അയ്യോ മമ്മി, ഒരു സിമ്പിൾ കല്യാണം പോരെ, വർഷയ്ക്കും ആഡംബരത്തിനോടൊന്നും താല്പര്യമില്ല എന്ന് വിവേക് പറയുമ്പോൾ വസുന്ധര പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇത് വർഷയുടെ മാത്രം കല്യാണമല്ല, വസുന്ധരയുടെ മകന്റെ കല്യാണമാണ്. അതിന്റെ ഗെറ്റപ്പ് ഞങ്ങൾ കാണിക്കുമെന്ന് മാസ് ഡയലോഗ് അടിക്കുകയാണ് വസുന്ധര. ധനപാലനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ സ്പെഷ്യൽ ജോഡികളായ കൺമണിയുടെയും കൃഷിന്റെയും വിശേഷമാണ് ധനപാലൻ പറയുന്നത്. വലിയ ബിസിനസ്സുകാരനായ സാഗർ സാറിന്റെ കമ്പനിയിലെ മെയിൻ ഡിസൈനറാണ് കൺമണി. സാഗറിന്റെ മകൻ കൃഷും കൺമണിയും തമ്മിൽ നല്ല ഒന്നാന്തരം പ്രണയത്തിലാണ്. അവര് തമ്മിലുള്ള ആ കെമിസ്ട്രി ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൃഷിന് കൺമണി എന്ന് വെച്ചാൽ ജീവനാണ്. കൺമണി ഓഫീസിൽ ഡിസൈൻ വർക്കുകളിൽ ബിസി ആയിരിക്കുമ്പോൾ പോലും കൃഷ് അവളുടെ ചുറ്റും തന്നെ കാണും. കൺമണിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും സ്മാർട്ട്നെസ്സും തന്നെയാണ് കൃഷിനെ അവളിലേക്ക് അടുപ്പിച്ചത്. അവൾ ചെയ്യുന്ന ഓരോ വർക്കിലും കൃഷിന്റെ ഒരു ടച്ചും സപ്പോർട്ടും ഉണ്ടാകും. അത്രയും പാവവും മിടുക്കിയുമായ കൺമണി തന്നെയാണ് വിവേകിന്റെയും വർഷയുടെയും കല്യാണ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അവൾ ഡിസൈൻ ചെയ്ത മോഡലുകൾ കാണിക്കാൻ വേണ്ടി ഇന്ന് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പോയി ഏതെങ്കിലും നല്ല കോഫി ഷോപ്പിൽ വെച്ച് അവളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വസുന്ധര ഇങ്ങനെ വിവേകിനോടും വർഷയോടും പറയുന്നു. അതിനുശേഷം ശ്രീനാഥ് വീണ്ടും നല്ല ടെൻഷനിലാണ്. ആ ഫോട്ടോഷൂട്ടിന്റെയും സേവ് ദ ഡേറ്റിന്റെയും കാര്യങ്ങൾ ആലോചിച്ചാണ് പുള്ളിയുടെ തല പൊഴിയുന്നത്. അങ്ങോട്ടേക്ക് വിവേക് വന്നിട്ട്, എന്താണ് ഇത്ര ആലോചിക്കാൻ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല വിവേക്, പെട്ടെന്ന് മൈൻഡ് ഒന്ന് ഔട്ടായതാണ്. എല്ലാവർക്കും ഞാൻ നാണക്കേടുണ്ടാക്കി, പക്ഷേ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ശ്രീനാഥ് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്ന് ശ്രീനാഥിന് പുതിയ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ നിർദ്ദേശിച്ചതുകൊണ്ട് മരുന്ന് മാറ്റിയതാണെന്ന് അവൾ പറയുന്നു. അതിനുശേഷം വിവേക് വർഷയോട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയുകയാണ്. നമുക്ക് കൺമണി എന്ന കുട്ടിയെ കാണാൻ പോകണം. മമ്മിക്ക് അവളുടെ ഡിസൈനുകൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മുടെ വെഡ്ഡിംഗ് ഡ്രസ്സ് അവൾ തന്നെ ചെയ്യണമെന്നാണ് മമ്മിയുടെ ആഗ്രഹം. അങ്ങനെ വിവേകും വർഷയും കൂടെ കൺമണിയെ കാണാൻ ഇറങ്ങുന്നു. വലിയ ആർഭാടമൊക്കെ വേണോ എന്ന് വർഷ ചോദിക്കുമ്പോൾ, അതൊക്കെ മമ്മിയുടെ ഒരേ ഒരു ആഗ്രഹമല്ലേ, നീ വിവേകിന്റെ കൂടെ ചെല്ലെന്ന് പറഞ്ഞ് ശ്രീനാഥ് അവരെ അങ്ങോട്ട് വിടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കോഫി ഷോപ്പിൽ കൺമണിയെ കാത്തിരിക്കുകയാണ്. കൺമണി എങ്ങനെയുള്ള ആളായിരിക്കും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. കേട്ടറിവ് വെച്ച് കക്ഷി ഭയങ്കര പാവവും ജെനുവിനും ഒപ്പം നല്ല കഴിവുള്ള ഡിസൈനറുമാണ്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാ വരുന്നു നമ്മുടെ സൂപ്പർ കൺമണി. ആ നിഷ്കളങ്കമായ മുഖവും ചിരിയും കണ്ടപ്പോൾ തന്നെ വിവേകിനും വർഷയ്ക്കും അവളെ അങ്ങോട്ട് ബോധിച്ചു. പക്ഷെ ഇവിടെ ചെറിയൊരു സീനുണ്ട്. ഇവിടെ കല്യാണത്തിന് മുമ്പ് നടത്താനിരുന്ന ഹൽദി ഫംഗ്ഷൻ മാറ്റി പകരം സിമ്പിൾ ആയിട്ട് ഒരു എൻഗേജ്മെന്റ് നടത്താനാണ് വീട്ടുകാർ തീരുമാനിച്ചത്. ഈ വിവരം കൺമണിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. കൺമണിയാണെങ്കിൽ ഹൽദിക്കുള്ള ഡ്രസ്സുകളൊക്കെ നേരത്തെ തന്നെ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വർഷ പതുക്കെ കൺമണിയുടെ കാര്യം അവതരിപ്പിച്ചു. ഹൽദി വേണ്ടെന്ന് വെച്ചു കൺമണി, പകരം നിശ്ചയമാണ് നടത്തുന്നത്. അതുകൊണ്ട് ആ ഡ്രസ്സുകൾ ഇനി വേണ്ട. ഇത് കേട്ടതും കൺമണിയുടെ മുഖം അങ്ങ് മാറി. കൺമണി ചെറുതായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്? എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്ന് അറിയാമോ ആ ഡിസൈനുകൾക്ക് പിന്നിൽ? പ്ലാൻ മാറ്റിയെങ്കിൽ അതൊന്ന് വിളിച്ചു പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കണ്ടേ? എന്തൊരു കഷ്ടമാണിത്. എന്നാൽ പിന്നെ ഈ പ്രോജക്റ്റിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. അങ്ങനെ പറഞ്ഞ് കൺമണി അങ്ങ് ചൂടായി. വിവേകും വർഷയും ആകെ കിളി പോയി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ കൃഷിന്റെ മാസ് എൻട്രി. കൃഷി ചിരിച്ചുകൊണ്ട് വന്നിട്ട് കൺമണിയുടെ തോളിൽ തട്ടി. ആഹാ, നീ അവരെ ശരിക്കും പേടിപ്പിച്ചല്ലോ കൺമണി എന്ന് പറഞ്ഞു. അപ്പോഴാണ് കഥ മാറിയത്. കൃഷും കൺമണിയും കൂടെ ഇവരെ
രണ്ടുപേരെയും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒപ്പിച്ച പ്ലാൻ ആയിരുന്നു ഇത്. വസുന്ധര ഹൽദി മാറ്റിയ വിവരം നേരത്തെ തന്നെ കൃഷിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷി അത് കൺമണിയോട് പറയുകയും കൺമണി അവിടെ വെച്ച് തന്നെ നിശ്ചയത്തിനുള്ള പുതിയ അടിപൊളി ഡിസൈനുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ വിവേകിനെയും വർഷയും ഒന്ന് സൈക്കോളജിക്കലായിട്ട് മൂഡ് ഔട്ട് ആക്കാൻ വേണ്ടി കൃഷും കൺമണിയും കൂടെ സ്പോട്ടിൽ പ്ലാൻ ചെയ്ത ഒരു ക്യൂട്ട് പ്രാങ്ക് ആയിരുന്നു ഇത്. കൺമണി അത്രയും ഗൗരവത്തിൽ അഭിനയിച്ചപ്പോൾ കൃഷിന് പുറകിൽ നിന്ന് ചിരി അടക്കാൻ പാടായിരുന്നു. അയ്യോ ഞങ്ങളുടെ ജീവൻ അങ്ങ് പോയി എന്ന് പറഞ്ഞ് വിവേകം വർഷയും ആശ്വസിച്ചപ്പോഴാണ് കൺമണിയുടെ മുഖത്ത് വീണ്ടും ആ പഴയ ചിരി വന്നത്. കൃഷിന്റെ കൂടെ നിൽക്കുമ്പോൾ കൺമണിക്ക് ഒരു പ്രത്യേക എനർജിയാണ്. അതിനുശേഷം കൺമണി താൻ കൊണ്ടുവന്ന ഡിസൈനുകൾ ഓരോന്നായി വർഷയ്ക്ക് കാണിച്ചു കൊടുത്തു. കൺമണിയുടെ കൈപ്പുണ്യം നമുക്ക് അറിയാവുന്നതാണല്ലോ, ഒന്നിനൊന്ന് മെച്ചം. വർഷയ്ക്ക് അതിൽ രണ്ടെണ്ണം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവരത് തന്നെ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ചെറിയ ചെറിയ ചില ആൾട്ടറേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി ഞാൻ ഡ്രസ്സ് നേരിട്ട് അയച്ചു തരാമെന്ന് കൺമണി ഉറപ്പ് നൽകുന്നുണ്ട്. ഒടുവിൽ യാത്ര പറയാൻ നേരത്ത് വർഷ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ ഈ എൻഗേജ്മെന്റിനും കല്യാണത്തിനും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉണ്ടാകണം. അത് കേട്ടപ്പോൾ രണ്ടുപേരും കൃഷ്ണൻ കൺമണിയും ഒരുമിച്ച് സന്തോഷത്തോടെ തലയാട്ടുകയാണ്. തീർച്ചയായും ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവർ പോയതിനു ശേഷം വിവേകിനെയും വർഷയെയും കുറിച്ച് കൃഷ്ണൻ കൺമണിയും തമ്മിൽ സംസാരിക്കുകയാണ്. കൺമണി കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, കണ്ടോ കൃഷ് സാർ, അവർ രണ്ടുപേരും എത്ര സന്തോഷത്തിലാണ്, പരസ്പരം ജീവനായിട്ട് നടക്കുന്നവരാ. അത് കേട്ടതും കൃഷ് കൺമണിയുടെ കൈകളിൽ പതുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതേ കൺമണി, നമ്മളെപ്പോലെ തന്നെയാ അവരും. പ്രണയിക്കാൻ ഒത്തിരി എളുപ്പമാണ്, പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാവും, ഒരുപാട് പൊരുതേണ്ടി വരും. ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ പ്രണയത്തിൽ വിജയിക്കാൻ പറ്റൂ. നമ്മൾ നമ്മുടെ പ്രണയത്തിന് വേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ, അതേ വഴിയിലൂടെയാണ് അവരും പോകുന്നത്. എന്തായാലും അവർ ജയിക്കും. കൺമണിയുടെ മനസ്സിലും ആ ഒരു ആത്മവിശ്വാസം നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ കഥ ഇവിടെ നിന്ന് നേരെ മാറുന്നത് നമ്മുടെ അഞ്ജുവിന്റെ വീട്ടിലേക്കാണ്. അഞ്ജുവിന്റെ വീട്ടിൽ പോലീസുകാർ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. രാഹുലിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലാത്ത സ്ഥിതിക്ക് പോലീസിന്റെ ഈ വരവ് രാഹുലിനെ അന്വേഷിച്ച് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീട്ടുകാരെല്ലാവരും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാർ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ വീട്ടിൽ നമ്മുടെ അഞ്ജു മാത്രമേ ഉള്ളൂ. ജനലിലൂടെ നോക്കിയപ്പോഴാണ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് അവൾ കാണുന്നത്. ഇത് കണ്ടതും അഞ്ജുവിന്റെ സകല നിയന്ത്രണവും പോയി. ആകെ ടെൻഷനായി. എന്റെ ഈശ്വര, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? രാഹുലിനെ അന്വേഷിച്ച് തന്നെയായിരിക്കും ഇവരുടെ വരവ്. ഇവിടെയും ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ആന്റി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമല്ലോ. രാഹുൽ എവിടെയുണ്ടെന്ന് പോലീസ് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അവൾ അവിടെ കിടന്ന് വേർക്കുകയാണ്. വസുന്ധര ആന്റി ഇതുകൂടെ അറിഞ്ഞാൽ കഥ കഴിയുമെന്നോർത്ത് അഞ്ജു അങ്ങനെ ഭയന്ന് പറിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.